5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നമ്മുടെ ആശാ സമരം ഇന്നലെ 100-ാം ദിവസം പിന്നിട്ടു. അപ്പോൾ 100-ാം ദിവസം പിന്നിട്ടേണ്ട ഭാഗമായി ഞാനും സമരപ്പന്തലിൽ പോയിരുന്നു. അപ്പോൾ റോസ്മേരി വന്നു, അതുപോലെ തന്നെ KPC പ്രസിഡന്റ്, പിന്നെ കുറേ ആളുകൾ വന്നിരുന്നു. അവർ 100 പന്തങ്ങളൊക്കെ കൊളുത്തി വലിയ പ്രകടനമൊക്കെ നടത്തി. അവിടെ 100 ദിവസം സമരം പോകുന്നത് ഒരു വലിയ കാര്യമാണ്. കേരളത്തിൽ അങ്ങനെ സംഭവിക്കാറില്ല. പ്ലാച്ചിമട സമരം പോലുള്ള സമരമാണ് അങ്ങോട്ട് പോയത്. പക്ഷേ പ്ലാച്ചിമട സമരം വിജയിക്കുകയും ചെയ്തു. ഒരു പരിധിവരെ അത് കൊക്കക്കോളയെ പൂട്ടിക്കാനൊക്കെ കഴിഞ്ഞു. ഇവിടെ ആശാസമരം 100 ദിവസം പോകുമ്പോൾ വലിയ പിടിവാശി രണ്ട് ഭാഗത്തുമുണ്ട്. രണ്ട് ഭാഗത്തെന്ന് പറയുമ്പോൾ ഒരു പിടിവാശി, ഇപ്പോൾ ആശാ വർക്കേഴ്സിൻ്റെ ഭാഗത്തുള്ള പിടിവാശി, അവരെ പിടിവാശി എന്ന് പറയാൻ പറ്റില്ല. കാരണം അതൊരു നല്ലതാണ്. കാരണം അവർക്ക് ശമ്പളം കിട്ടണമല്ലോ, അതിനുള്ള പിടിവാശിയാണല്ലോ. വിശക്കുമ്പോൾ ആഹാരത്തിന് വേണ്ടിയിട്ടുള്ള പിടിവാശി നമുക്ക് പറയാൻ പറ്റുമോ? ഭക്ഷണം കഴിക്കണം, എന്തെങ്കിലും ഭക്ഷണം തരൂ എന്ന് ചോദിക്കുന്നത്, ദാഹിക്കുമ്പം കുറച്ച് വെള്ളം തരൂ എന്ന് ചോദിക്കുന്ന ഒരു പിടിവാശി എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ നല്ല കിട്ടിയാലേ മാറുള്ളൂ എന്നുള്ള ഒരു തരത്തിലാണ് അവർ നിൽക്കുന്നത്. ഇപ്പുറത്തെ ഗവൺമെൻറ് എന്തുകൊണ്ടാണ് ഇത് കൊടുക്കാത്തത്? ഗവൺമെൻറ് കൊടുക്കാത്തതിന് വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയമുണ്ട്. ഒന്ന്, മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ സംഘടനകളല്ല നടത്തുന്നത്, മാത്രമല്ല ഭരണകക്ഷി സംഘടനകളുമല്ല. പ്രത്യേകിച്ച് CITU അല്ല ഈ സമരം നടത്തുന്നത്. CITU ആയിരുന്നു ഈ സമരം നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ AK സെൻറ്ററിൽ വിളിച്ചിട്ടോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചിട്ടോ മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ചിട്ടോ ഇളമരം കരീമുമായിട്ടും അങ്ങനെ ടീമുമായിട്ടൊക്കെ ചർച്ച നടത്തുമായിരുന്നു. പക്ഷെ അത് നടന്നില്ല. CITU അല്ല ഈ സമരം ചെയ്യുന്നത്, AITUC അല്ല. AITUC ആണെങ്കിലും ബിനോയ് വിശ്വത്തിൻ്റെയൊക്കെ ഒരു സമ്മർദ്ദം വരുമായിരുന്നു. അവർ രണ്ടുപേരുമല്ല. എന്നാൽ AITUC പോലുള്ള സംഘടനകൾ നിശബ്ദമായി ഈ സമരത്തിന് പിന്തുണ കൊടുക്കുന്നുമുണ്ട്. കോൺഗ്രസ് നന്നായി പിന്തുണ കൊടുക്കുന്നുണ്ട്. മറ്റ് സാമൂഹ്യ സംഘടനകളും സാംസ്കാരിക പ്രവർത്തകരുമൊക്കെ പിന്തുണ കൊടുക്കുന്നുണ്ട്. ഇവിടെ എൻ്റെ ഒരു സംശയം, 7000 രൂപയാണല്ലോ ഇവർക്ക് കൊടുക്കുന്നത്. അത് 10000 രൂപയാക്കി കൊടുക്കണമെങ്കിൽ 100 രൂപ, 3000 രൂപയാണ് കൂടുതൽ കൊടുക്കേണ്ടത്. ഒരു ദിവസം 100 രൂപ, ഒരു 30 ദിവസത്തേക്ക് 3000 രൂപ കൂടെ കൊടുത്താൽ ഇത് തീരാനുള്ള സാധ്യത ഞാൻ കാണുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു 3000 രൂപ കൂടി അവർക്കിപ്പോൾ കൂട്ടി കൊടുത്തിട്ട് പിന്നെ ഒരു കമ്മീഷൻ ഇപ്പോൾ വച്ചല്ലോ, ഒരു കമ്മീഷനെയൊക്കെ വെച്ചല്ലോ, അതിൻ്റെ പഠനവും റിപ്പോർട്ടൊക്കെ വരട്ടെ, ഒരു 3000 രൂപ നിങ്ങൾക്ക് കൂട്ടിത്തരുന്നു വർഷം തോറും. ആ 3000 രൂപ വേണമെങ്കിൽ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് കൊടുക്കാനൊരു ഓർഡറും കൂടെ ഇറക്കുക. അപ്പോൾ ഞാനൊരു ഫോർമുലയാണ് പറയുന്നത്. ഒന്ന്, 10000 രൂപയായി നിശ്ചയിക്കുന്നു ഗവൺമെൻറ് നിശ്ചയിക്കാൻ പറ്റും. 3000 രൂപയുടെ കാര്യമുള്ളൂ. അത് ചർച്ച പോലും ആവശ്യമില്ല. ഇനി ചർച്ച ചെയ്ത് നമ്മുടെ ദുരഭിമാനമാണ്, അവരുമായി ചർച്ച ചെയ്ത് നമ്മൾ കൊടുത്തു എന്നൊന്നും വേണ്ട. ഒരു 10000 രൂപയായിട്ട് പ്രഖ്യാപിച്ചു. 3000 രൂപ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ അവരുടെ പ്ലാൻ ഫണ്ടിൽ നിന്ന്, അവർക്ക് കിട്ടുന്ന ഫണ്ടിൽ നിന്ന്, പ്ലാൻ ഫണ്ടോ അല്ലെങ്കിൽ അവരുടെ തനത് ഫണ്ടോ ഏത് ഫണ്ടിൽ നിന്ന് വേണമെങ്കിലും 3000 രൂപ വയ്ക്കാനുള്ളൊരു അവകാശം അവർക്ക് കൊടുക്കുക. വേണമെങ്കിൽ അതൊരു 1000 രൂപ ഗ്രാമപഞ്ചായത്തും 1000 രൂപ ബ്ലോക്ക് പഞ്ചായത്തും 1000 രൂപ ജില്ലാ പഞ്ചായത്തും വയ്ക്കുന്ന രീതിയിലും ചിന്തിക്കാം. അങ്ങനെ ഒരു 3000 രൂപ ഒരു പഞ്ചായത്തിന് കൊടുത്തു കഴിഞ്ഞാൽ 8-10 പ്രവർത്തകരാണുള്ളത്. മാസം 10-30,000 രൂപയുടെ ഒരു കമ്മിറ്റ്മെൻറ്റേ വരികയുള്ളൂ. ഒരു 3 ലക്ഷം 4 ലക്ഷം രൂപയുടെ കമ്മിറ്റ്മെൻറ്റേ ഒരു വർഷം വരുന്നുള്ളൂ. സ്വാഭാവികമായിട്ട് ഈ സമരം തീർക്കാൻ പറ്റും. അപ്പോൾ ഇത് തീർക്കണം അങ്ങനെ വന്നാൽ ഒരു 10000 രൂപ കിട്ടുമെന്ന് പറഞ്ഞാൽ ആശാ വർക്കേഴ്സും കോംപ്രമൈസിന് തയ്യാറാകണം. എന്നിട്ട് ബാക്കി പിന്നെ ചർച്ചകൾ നടക്കട്ടെ, സമൂഹത്തിൽ വലിയ ചർച്ചകൾ നടക്കട്ടെ. അവിടെയല്ല പ്രശ്നം. ഈ സമരം വിജയിച്ചാൽ 20 ലക്ഷത്തിനും 25 ലക്ഷത്തിനും ഇടയ്ക്ക് സ്ത്രീകൾ, ഞാൻ ഈ വാക്ക് പറയുന്നത് നിങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയക്കാർ, പൊതു രാഷ്ട്രീയക്കാർ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, സാമൂഹ്യ സംഘടനകൾ, പരിസ്ഥിതി പ്രവർത്തകർ, ആക്ടിവിസ്റ്റുകൾ വളരെ ഗൗരവമായി കേൾക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. 20 ലക്ഷത്തിനും 25 ലക്ഷത്തിനും ഇടയ്ക്കുള്ള സ്ത്രീകളാണ് സർക്കാർ, അർദ്ധ സർക്കാർ, സ്വകാര്യ മേഖലകളിൽ അടിമകളെ പോലെ പണി ചെയ്യുന്നത്. അത് ഏത് സ്ഥാപനം എടുത്താലും, ടെക്സ്റ്റൈൽസ് എടുത്തോളൂ, ജുവലറി എടുത്തോളൂ, അങ്ങനെയുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങൾ എടുത്തോളൂ, നഴ്സുമാരെ എടുത്തോളൂ, സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരെ എടുത്തോളൂ, അങ്ങനെ തുടങ്ങി പ്രൊഫഷണൽ കോളേജുകളിലെ സ്ഥാപനങ്ങൾ എടുത്തോളൂ, അൺഎയ്ഡഡ് സ്കൂളുകൾ എടുത്തോളൂ, അൺഎയ്ഡഡ് കോളേജുകൾ എടുത്തോളൂ, സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ എടുത്തോളൂ. ഇങ്ങനെ തുടങ്ങി വലിയ ഒരു വിഭാഗം, അത് വിദ്യാഭ്യാസമുള്ളവർ, PhD ഉള്ളവർ, വിദ്യാഭ്യാസമില്ലാത്തവർ, സാധാരണക്കാർ, വലിയ വിഭാഗം ചാനലുകളിൽ, പത്രങ്ങളിൽ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ, യൂട്യൂബ് ചാനലുകളിൽ, ഡിജിറ്റൽ മീഡിയകളിൽ, എല്ലാ സ്ഥലങ്ങളിലും സ്ത്രീകൾ, ഒരു 10-25 ലക്ഷം സ്ത്രീകൾ ചൂഷണത്തിന് വിധേയമാകുന്നു. ശമ്പളം വളരെ കുറച്ചേ കൊടുക്കുന്നുള്ളൂ. അവർ സമരം ചെയ്തേക്കാം.
ഈ സമരം വിജയിച്ചാൽ അവരും രംഗത്തിറങ്ങിയേക്കാം. കാരണം നിങ്ങൾ നോക്ക്, 12,000 രൂപ മാത്രമാണ് ബാലവാടി അംഗൻവാടിക്കാർക്ക് കൊടുക്കുന്നത്. അംഗൻവാടിക്കാർക്ക് അതിനേക്കാൾ ശമ്പളം കുറവാണ്, ആയമാർക്ക് ശമ്പളം കുറവാണ്. എല്ലാ മേഖല എടുത്താൽ ഒരു 20-25 ലക്ഷം സ്ത്രീകൾ, ഇവിടെ 23,000 30,000 26,000 ആണല്ലോ അംഗൻവാടി എങ്കിൽ 26 ലക്ഷം സ്ത്രീകൾ ചിലപ്പോൾ രംഗത്തിറങ്ങാൻ സാധ്യതയുണ്ട്. അതിൻ്റെ രാഷ്ട്രീയം CPM-ന് അറിയാം, നന്നായി അറിയാം. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ പിടിവാശി നടത്തുന്നത്. മുഖ്യമന്ത്രി ദയവായി ഈ പിടിവാശി ഉപേക്ഷിക്കണം. MA ബേബി പാർട്ടി ജനറൽ സെക്രട്ടറിയായി കേരളത്തിൽ നിന്നുള്ള ആളാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയെ ഉപദേശിക്കണം. അദ്ദേഹവും മുൻകൈയെടുക്കണം. മുൻകൈയെടുത്തൊരു 10,000 രൂപ അവർക്ക് കൊടുത്താൽ സമരം തീരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഞാനതൊരു നിരീക്ഷണമായി പറയുന്നതാണ്. ഈ 10,000 രൂപയിൽ 3,000 രൂപ തീർച്ചയായും അവരുടെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് കൈമാറാനുള്ള അവസരം കൂടെ ഉണ്ടാക്കിയാൽ 24 മണിക്കൂറിനകം സമരം തീർക്കും. സമരം നീട്ടിക്കൊണ്ടു പോകുന്നത് സമരം നടത്തുന്നവർക്കും ഭൂഷണമല്ല, പൊതുസമൂഹത്തിനും നന്മയുള്ളതല്ല. സർക്കാരിനെ സംബന്ധിച്ചും അവരുടെ വാർഷികാഘോഷങ്ങൾ നടക്കുമ്പോൾ ഒരു വിഭാഗം സ്ത്രീകൾ ഇങ്ങനെ തെരുവിൽ കിടന്ന് മഴ നനഞ്ഞ് വെയിലേറ്റ് മഞ്ഞേറ്റ് ചൂടേറ്റ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ജാഥയായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതും ഭാവി കേരളത്തിന് ഭൂഷണമല്ല, ചരിത്രത്തിനും നന്നല്ല. അതുകൊണ്ട് ആശാസമരം 24 മണിക്കൂറിനകം തീർക്കുവാൻ ആരാണോ മുൻകൈ എടുക്കേണ്ടത് അവർ മുൻകൈ എടുക്കണമെന്ന് കൃത്യമായി അഭ്യർത്ഥിക്കുന്നു.